ഇങ്ങനെ ഇത് എന്തെളുപ്പ, ഇതാണ് ഈസിയാണ്. ശാസ്ത്രീയ സംഗീതത്തിന് പോകുന്ന കുട്ടികള് അവിടെ ഒന്നല്ല, ഖുർആനിലാണ് സംഗീതമുള്ളത്. അക്ഷരങ്ങളെ പഠിക്കാം. ഹംസ ഫത്ഹ അ, ഹംസ കസ്റ ഇ, ഹംസ ദമ്മ ഉ, അ ഇ ഉ, ഹംസ ഫത്ഹ അലിഫ് മദ് ആ, ഹംസ കസ്റ യാ മദ് ഇ, ഹംസ ദമ്മ വാവ് മദ് ഉ, ആ ഇ ഉ, ആ ഇ ഉ, ആ ഇ ഉ. ഇവിടെ പഠിക്കാൻ കുട്ടികൾ വരും. നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കും മദ്രസയിൽ ഇനി. എങ്കിൽ കുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടെ കുട്ടികൾ പഠിക്കാൻ മുന്നിലുണ്ടാകും. ഖുർആൻ തജ്വീദ് കുട്ടികൾ ആ ഒരു മനസ്സാന്നിധ്യത്തോടുകൂടെ അറിയാതെ തജ്വീദ് പഠിച്ചു പോകും. ഇത് തജ്വീദിന്റെ ബേസിക് പാഠമാണ്. അക്ഷരം ചിലത് പെരുപ്പിച്ച് വലുതായി പറയേണ്ടതുണ്ട്, ചിലത് നേരിയ തോതിൽ ലൈറ്റായിട്ട് പറയേണ്ടതുണ്ട്. അക്ഷരം ഹെവി ആണെങ്കിൽ അതിന്റെ അലിഫും ഹെവി ആയിരിക്കും. അക്ഷരം ലൈറ്റ് ആണെങ്കിൽ അതിന്റെ അലിഫും ലൈറ്റ് ആയിരിക്കും. സൂറത്ത് മുർസലാത്തിലെ 20 മുതലുള്ള ആയത്തുകളിൽ ശ്രദ്ധേയമായ ചില ഭാഗമുണ്ട്. ഒന്ന്, അലം നജ്അലിൽ അർദ കിഫാതാ അഹ്യാഅൻ വഅംവാതാ വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാതിൻ വഅസ്ഖൈനാകും മാഅൻ ഫുറാതാ. വ്യത്യാസം എവിടെയാ? ശാമിഖാതിൻ, ഷീനിനും അലിഫ് തന്നെ, ഖാഇനും അലിഫ് തന്നെ. നമ്മളെ പഴയ ഓത്ത് വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാതിൻ. ഷാമിഖ, ഷാഖ ഒക്കെ ഒരേപോലെ അല്ല. ആ അലിഫിന് അക്ഷരത്തിന്റെ സ്വഭാവം അലിഫിനും നൽകപ്പെടണം. ശാമിഖാതിൻ وأسقيناكم ماء فراتا ഈ വ്യത്യാസം. ഒന്ന് ഹെവിയാണ് റാ, അതുകൊണ്ട് അതിന്റെ അലിഫും ഹെവിയാണ്. ഫുറാ ലൈറ്റ് ആണ്, അതുകൊണ്ട് അതിന്റെ അലിഫും ലൈറ്റ്. ഫുറാതാ ഫുറാതാ വഅമിലുസ് സാലിഹാത്തി സാലിഹാത്തി എന്നല്ല, എല്ലാം വളരെ എത്രമാത്രം ഹൃദ്യമായിരിക്കും തജ്വീദ് പാരായണം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. ഇനി അതിന്റെ മദ്ദുകളെ പരിശോധിച്ച് നോക്കുങ്ങള്. ഈ അലിഫ് മദ്ദായിരുന്നാലും യാ മദ്. സൂറത്തുൽ ഹാഖ നമ്മൾ എങ്ങനെയാ ഓതിയത് ഇന്നലെ വരെ? എങ്ങനെ സൂറത്തുൽ ഹാഖ ഓതിയത്? അൽഹാഖ മൽഹാഖ വമാ അദ്റാക മൽഹാഖ. നല്ലോണം തജ്വീദ് അറിയുന്ന ധൈര്യമുള്ള ഒരു സഹോദരൻ തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് കേട്ടാ പറയുക എന്താ ആക്കാനാണ്? ഒന്നും ആക്കാനാവൂല. സൂറത്തുൽ ഹാഖ ഓതേണ്ടത് അൽഹാഖതു മൽഹാഖ വമാ അദ്റാക മൽഹാഖ എന്ന് ദീർഘമായി, അഥവാ 3 സ്ഥലങ്ങളിലും 3x6 3×6 18. പിന്നെ ആ 3 ആയത്തുകളിൽ എത്ര അക്ഷരമുണ്ടോ 18 പ്ലസ് അത്രയും അക്ഷരങ്ങളുടെ സമയം വേണം. 3 ആയത്തും കൂടെ ഓതിയാൽ താഴത്തൊരു ആംബുലൻസും നല്ലതായിരിക്കും. നമ്മളെ മഗ്‌രിബ് നിസ്കാരത്തിനൊക്കെ ഈ 3 ആയത്ത് മതി, സമയമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളോടും മുതിർന്ന രക്ഷിതാക്കളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, നേരമുള്ളപ്പോൾ ഓതാനിരുന്നാൽ മതി. നേരമില്ല ഞാനൊന്ന് ഓതട്ടെ എന്ന് പറഞ്ഞ് ഓടിപ്പോയി ഓടിത്തീർത്ത് ഓടിപ്പോവരുത്. ഇത് ഓത്തല്ല. അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല. സമയമുള്ളപ്പോൾ സമയമെടുത്ത് ഭംഗിയായി പാരായണം ചെയ്യണം.